പ്രശാന്ത് രാവിലെ ഇന്നലെ കുട്ടികൾ തമ്മിൽ അടികൂടിയപ്പോൾ അമ്മ കുട്ടികളെ സഹായിച്ചു. അതിന്റെ ഭാഗമാണ് ഏകദേശം ഒരു 40-40 കഴക്കൂട്ടം പാസ് ചെയ്തിട്ടുള്ള ക്യാമറകളിൽ പോലീസ് അപ്പോൾ 4 മണിക്കാണ് പരാതി കൊടുത്തത്. പോലീസ് നമ്മുടെ സംഭവിച്ചത് പ്രശാന്ത് അപ്പുറത്തൂടെ അങ്ങനെ സൈഡിൽ കൂടെ ഗോകുൽ ഗോകുൽ ആ സൈഡിൽ കൂടെ തൊഴിലാളികളാണ് ഈ അടുത്താണ് അതിനകത്തൊരു മോള് വിളിച്ചിട്ട് 2 മക്കൾ അടികൂടുന്നു ശകാരിച്ചു, നന്നായിട്ട് നടിച്ചു. അപ്പം അതുകൊണ്ട് തിരിച്ച് ഈ അടികൂടിയ കുട്ടികളിൽ ഒരു കുട്ടിയെ കൊണ്ട് തിരിച്ചു പോയി. ഇന്നത്തെ കുട്ടിയെ ഏറ്റവും നല്ല കുട്ടിയെ ഇവിടെ നിർത്തിയിട്ടാണ് പോയത്. പക്ഷെ ഫോണും കൂടെ തിരിച്ചെടുത്ത് പോയി. പിന്നെ അവർ വരുന്നത് 1 മണിക്കാണ്. 1 മണിക്ക് വരുമ്പോൾ ഒരു കുട്ടിയില്ല. ഏറ്റവും നല്ല കുട്ടിയൊക്കെ കണ്ടു. അടുത്ത കുട്ടിയൊക്കെ പോയി ഇവിടെയൊക്കെ നോക്കി, പക്ഷെ കണ്ടില്ല. പിന്നെ 3 മണിക്കെന്നാണ് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് അന്വേഷണം തുടങ്ങി. പക്ഷേ അന്വേഷണം തുടങ്ങുമ്പോഴാണ് മനസ്സിലായത് 10 മണിക്ക് തന്നെ നമ്മുടെ AJ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് പാസ് ചെയ്യുന്ന വിഷയമാണ്. അൻവർ മുസ്ലിം ചെന്നൈയിലാണ്. ഇവിടെ അടി നമ്മുടെ ഒരു സെന്റ് ആന്റണീസ് LPS എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ പരിസരത്തുള്ള കൃഷിയിടം പരിപാലിക്കാനോ അതിനുവേണ്ടിയാണ് ഇവർ മാതാപിതാക്കൾ 2 പേരും അവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ വിളിച്ചത്. ആ സ്കൂളിൽ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ പോലീസ് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. पुलिस सब कुछ कर रहे हैं अभी. ये लोग कन्याकुमारी की हमारा पुलिस उधर 4 ടീമായിട്ട് തിരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത്. 4 ടീമാണ്. 4 टीम लगा हुआ है अभी. 4 टीम 4 तरफ चला गया है, ढूंढ रहे हैं. अभी तक कुछ नहीं पता चला क्योंकि एक फोटो मिला ട്രെയിനിൽ വെച്ച് ഈ കുട്ടിയെ കണ്ടപ്പോൾ യാത്രക്കാരൻ്റെ സംശയം തോന്നി. ഒരാൾ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയുടെ പോലീസിൽ कल ट्रेन में चला रहा था. दूसरा एक आदमी ट्रेन में था, उसने फ़ोटो खींच लिया. वो फ़ोटो पुलिस को दिया है. उसका डायरेक्शन में पुलिस चल रही है. उसी द्वारा में पुलिस चल रही है.
എങ്ങനെയെങ്കിലും കുട്ടിയെ കണ്ടുപിടിക്കുന്നതിന് വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. इधर का सरकार सब कुछ कर रहा है, न्यूज़ भी आया और एमएलए बोल रहे कि सब कुछ कर रहे हैं बच्चे को ढूंढने के लिए और आपको वापस देने के लिए. നല്ല വാർത്ത കൂടെ പ്രതീക്ഷിക്കാനും ജനിക്കും. एक शुभ वार्ता अभी तक मिल जाएगा, आप आराम कर लो और आ जाएगा. നിങ്ങളുടെ നാട്ടിൽ വല്ലതും ആരുടെയെങ്കിലും വിളിക്കുകയോ പറയുകയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? किसी को फ़ोन करना है कि आसाम में आपका रिश्तेदार को किसी को बात करना है तो वो भी करेंगे. आपका कोई माता पिता उधर कोई मैं असम से माता पिता है, लेकिन वो 3 दिन 3 रात का रास्ता है, एक दिन में कैसे जाए? नहीं, वो लोग आने के लिए ही नहीं, किसी को बात करना है तो ये लोग बात करेंगे. പോലീസ് കന്യാകുമാരി ഒരു മോനുണ്ട് കേട്ടോ, മൂത്ത മകൻ ജോലിയുണ്ട്. സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് വിശദമായിട്ട് അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. एक टीम कन्याकुमारी में है, दूसरा रेलवे स्टेशन है, इसके बीच में 3 रेलवे स्टेशन है, उधर भी सर्च कर रहा है. और दूसरा एक टीम किसी को जगह में जा रहा है तो उधर CCTV से कुछ देखते हुए सर्च कर रहा है. आपको 4 बच्चे हैं, एक बेटा, 3 बेटी. बेटा मद्रास में है, चेन्नई में है, बैंगलोर में है. ഇന്നലെ രാത്രി മുതൽ തന്നെ നാട്ടുകാർ മൊത്തം ഇവിടെയുള്ള എല്ലാ വീടുകളും വ്യവസായ സ്ഥലങ്ങളും എല്ലാം കൃത്യമായ അന്വേഷണം. ഇവിടുത്തെ നാട്ടുകാരൊപ്പം പൂർണ്ണമായും പക്ഷെ അപ്പോഴാ സമയം ഇവര് പറഞ്ഞ സമയം തെറ്റായിരുന്നു. ഇവിടെ ഒന്ന് ശാന്തമായിരിക്കാൻ പറയാം, നോക്കാം വൈദ്യത്തിന് എന്തെങ്കിലും പരിധി ഉണ്ടാവും. आज शाम को कुछ मिल जाएगा. सब पुलिस क्या कुछ करना है वो सब कुछ कर रहे हैं सरकार से वजह से. आप शांति पर रह लो, कुछ अच्छे से मिल जाएगा. ഇവര് കാർഡെല്ലാം എടുത്തിട്ട് इविड़ते सर അതിൻ്റെ അവരെ അതിഥി തൊഴിലാളി എന്ന നിലയിലുള്ള കാർഡ് कुछ आपका लेबर कार्ड कुछ है इधर का नहीं, आप तो 1 साल से काम कर रहे हैं. अकाउंट इधर से एक अकाउंट बैंक अकाउंट है, बैंक अकाउंट शर्ट और जोली है सर. എക്സാജും എന്നിട്ടും ഇതുവരെയായിട്ട് കാർഡൊന്നും രജിസ്റ്റർ ചെയ്തെടുത്തിട്ടില്ല. ഹെൽത്ത് കാർഡ് അവിടുത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അൽസാജിലെ ഹെൽത്ത് കാർഡ് നമുക്ക് മറ്റു കുട്ടികളുടെ പോയി बच्चे लोग कहाँ पर हैं? കുട്ടികളെ വേണ്ട ഓക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും. और कुछ चाहिए पूछने की कुछ चाहिए. मैं वो चाहिए मेरे बच्चे को. അതിന്റെ പരിശ്രമം നടത്തണമെന്ന് പറഞ്ഞു. वो सब कुछ कर रहे हैं. 3-4 महीने के पहले एक बच्चे ने इधर से ऐसा गायब हुआ था, उसको भी अच्छे से गवर्नमेंट और पुलिस रह के और उसका फैमिली को वापस दे दिया. अब शांति में रहे. गाँव में खाने पीने के लिए बहुत मुश्किल हो गया, बच्चों की पढ़ाई करने की बहुत मुश्किल हो गया. കഴിക്കാത്തോണ്ട് അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അതുകൊണ്ടാണ് പഠിക്കാനും കുട്ടികളെ ഇവിടെ തന്നെ ഓക്കെ ഓക്കെ കുട്ടികൾ പഠിക്കുകയായിരുന്നു. ഇവിടെ കുട്ടികൾ सबका काम करेगा तो ഇവിടുത്തെ സ്കൂളിൽ കുട്ടികളെ ചേർത്ത് നിങ്ങൾ इधर का स्कूल में आप लोग पढ़ाई के लिए एडमिशन दे दीजिए. दे दिया, लेकिन जा रही है आज ही जाने वाला. 3 बच्चे മുസ്ലിം സ്കൂൾ കണിയാപുരം. ഈ മൂത്ത കുട്ടിയെ കണിയാപുരം മുസ്ലിം സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള പോയി തുടങ്ങി. बच्चे का फोटो है. അപ്പർ സൈഡിലോട്ട് പിടിക്കും, അപ്പർ സൈഡിൽ ബാക്കി മൈക്ക് വെച്ചേക്കുന്നത് പിടിച്ചാൽ മറയാതെ പിടിക്കും.
ആസാം ആസാം